ഹലോ ഗെയ്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് മാത്തൂർ തൊട്ടിപ്പാലത്തിൻ്റെ മുകളിലാണ് സ്ലാബ് നടുപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. കൂടി ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. ആ പാലത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഗെയ്സ്. ഹലോ ഗെയ്സ്, അപ്പോൾ വാട്ടർഫോൾസിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഒരുപാട് ആൾക്കാരാണ്. ഹലോ ഗെയ്സ്, മാത്തൂർ തൊട്ടിപ്പാലം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ടത് ടിക്കറ്റ് കൗണ്ടറാണ്. തൊട്ടിപ്പാലത്തിൻ്റെ മേളിൽ കയറണമെങ്കിൽ 6 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് മുമ്പോട്ട് നടത്തത്തിലാണ് കേസ്. രാവിലെയാണ് 9:30 മണി. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ്. തൊട്ടിപ്പാലം കാണാനുള്ള നടത്തത്തിലാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പുറവും ഇപ്പുറമായി പച്ചപ്പാണ് കാണുന്നത്. മുമ്പിൽ കാണുന്നതാണ് നമ്മളെ പാലം. അങ്ങനെ പാലത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടുള്ളത് കേസ്. ഏഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ അക്വഡക്റ്റാണ് ഇത് പാലത്തിൻ്റെ മുകളിലൂടെയാണ് കനാൽ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കുന്നിൽ നിന്നും മറ്റൊരു കുന്നിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. വലത്തെ സൈഡ് കാണുന്നില്ലേ, ആ വഴി താഴോട്ട് കറങ്ങാം. ഇടത്തെ സൈഡ് പാലത്തിൻ്റെ മുകളിലോട്ട്. അപ്പോൾ കനാലിൽ വെള്ളം കുറവാണ്. മഴക്കാലം ആയതുകൊണ്ട്, വലിയ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവായിരിക്കാം. മഴ കുറവാണ്, വെള്ളം കുറവാണ്. ഇതിലൂടെ മേലോട്ട് പാലത്തിൻ്റെ മുകളിലോട്ട് പോകാം. ഇത് താഴോട്ട് പോകാനുള്ള സ്റ്റെപ്പൊക്കെ നടപ്പാതൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ മുകളിലോട്ടാണ്, പാലത്തിൻ്റെ മുകളിലോട്ടാണ് കയറുന്നത് കേസ്. ഒരു അത്ഭുതം തന്നെ. എത്ര ഉയരത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു അറ്റത്തു നിന്നും മറ്റൊരു അറ്റത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. നടുഭാഗം വലിയൊരു കുഴിയാണ്. ആ പുഴയൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. മുമ്പോട്ട് പോകുമ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് കേസ്. വെള്ളമൊക്കെ കാണാം, വെള്ളമൊക്കെ കുറവാണ്. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്, മുമ്പോട്ട് ഒഴുകുന്നത് കേസ്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ്. ഹലോ ഗെയ്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് മാത്തൂർ തൊട്ടിപ്പാലത്തിൻ്റെ മുകളിലാണ്. മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാം, വ്യൂ കാണാം. നല്ല കാഴ്ചകളാണ് പുറത്ത്. ഒരുപാട് മരങ്ങളും കാട് പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. അത് കാടല്ല, കൃഷികളാണ്. റബ്ബറും അതിനപ്പുറം പൈനാപ്പിൾ കൃഷിയൊക്കെ കാണാം. മൊത്തം പച്ചപ്പാണ്. പാലത്തിൻ്റെ ഒരറ്റം താഴ്ചയുള്ള ഭാഗം ഇതാണ്. പാലം പുതിയതായിട്ട് പാലം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പാലം നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ. ഒരുപാട് പേര് കുളിക്കുന്നതൊക്കെ കാണാം. പുഴയാണ് താഴത്തുള്ളത്, ഇതൊക്കെ കാണാം. ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ നിന്ന്. നടുഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് കേസ്. ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത്, നല്ല കാഴ്ചകളാണ്. നടുഭാഗമാണ്. ഒരുപാട് ഉയരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം 115 അടി, 35 മീറ്റർ ഉയരത്തിലാണ് ഞാനുള്ളത്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് കേസ്. അങ്ങ് അറ്റത്തെത്തണം. അങ്ങനെ എത്താനുള്ള നടത്തത്തിലാണ്. ഇപ്പോൾ സ്ലാബ് കണ്ട, ഈ അറ്റം മുതൽ ആ അറ്റം വരെ അടിഭാഗത്ത് വെള്ളം പോകുന്നുണ്ട്. ആ വിള്ളൽ കണ്ട, വിള്ളലിൻ്റെ അടിയിലൂടെ നോക്കുമ്പോൾ വെള്ളം പോകുന്നത് കാണാം. കണ്ട, അതിൻ്റെ മുകളിലാണ് സ്ലാബ് നടുപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് കേസ്. താഴത്തെ കാഴ്ചകൾ ഇതാണ്. അങ്ങനെ നമ്മൾ മറ്റേ അറ്റത്തേക്ക് എത്താറായി കേസ്. വലത്തെ സൈഡ് കടകളൊക്കെ കാണാം. പൈനാപ്പിൾ, ഫ്രൂട്ട്സ്, ചായയൊക്കെ വിൽക്കുന്ന കടകൾ കാണാം. ആ അറ്റത്തു നിന്നാണ് ഈ അറ്റത്തിലേക്ക് വന്നത്. ഒരുപാട് നടന്നു. നടുവിഭാഗത്തെത്തുമ്പോഴാണ് ഒരു വൈബ്, ഒരു കാഴ്ചകളൊക്കെ ഉള്ളത്. നല്ല വ്യൂ ആണ് നടുഭാഗത്ത്. കനാൽ കണ്ട, ഇത് ഇവിടെ അവസാനിക്കുന്നു. ഇതിന് ബാക്കി അങ്ങോട്ടേക്ക് കനാൽ നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട് കനാലിന്. അറ്റത്തു നിന്നാണ് ഞാൻ വന്നത് കേസ്. ഇനി താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം. പാലം നിർമ്മിക്കുന്നതൊക്കെ കണ്ട് അതൊക്കെ കാണാം. പാലം കഴിഞ്ഞിട്ടുള്ള കടകളാണ്. പൈനാപ്പിൾ കൃഷി ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പൈനാപ്പിൾ ഉണ്ട് കടകളിൽ. പിന്നെ കുടിക്കാനുള്ള ഡ്രിങ്ക്സൊക്കെ കാണാം. പിന്നെ താഴോട്ട് ഇറങ്ങലായി കേസ്. നല്ല വ്യൂ പോയിൻ്റാണ് മുമ്പിൽ കാണുന്നത്. അങ്ങോട്ടുള്ള നടത്തത്തിലാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. താഴത്തെന്തോ ഒരു പാർക്കുണ്ട്, അവിടെ ഒന്ന് ഇറങ്ങണം. വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സ്ഥലമാണ്.
താഴോട്ടേക്ക് ഇറങ്ങലായി ഗൈസ്. വല്ലാതെ സ്റ്റെപ്പാണ്, റൗണ്ട് സ്റ്റെപ്പാണ്. അതിൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങലായി ഗൈസ്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പുറത്തെ കാഴ്ച ഇതാണ്. റബ്ബർ കൃഷിയാണ് മൊത്തത്തിൽ കാണുന്നത്. അപ്പുറം പാർക്ക് കാണാം, ആ ഭാഗത്തുള്ള പോക്കാണ്. വ്യൂ പോയിന്റ് കണ്ട സ്ഥലമാണ്. ആ ഭാഗത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ വന്നത്. മുമ്പിൽ കാണുന്നത് പാർക്ക്. അപ്പോൾ അകത്തേക്കൊന്ന് കയറി നോക്കാം. നല്ല ഇരിപ്പിടങ്ങളെല്ലാം കാണുന്നുണ്ട്. പാർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രതിമയൊക്കെ കാണാം. നല്ല സ്ഥലം, നല്ല തണുത്തൊരു ഇരിക്കാൻ പറ്റിയ, നല്ല മൂഡിലിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതൊക്കെ കാണാം. ഇവിടെ ഒരു പ്രതിമ കാണാം. അപ്പോൾ ആനയുടെ ഒരു ഇതും കൂടി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലം. നേരത്തെ കണ്ട പാലമുണ്ട്, ക്രോസിങ് ചെയ്യുന്ന പാലം. ആ പാലത്തിൻ്റെ മുകളിലാണ്. അവിടെ നിന്നാണ് മാത്തൂർ തൊട്ടിപ്പാലത്തിൻ്റെ ഉയരം കണ്ട. ഏകദേശം 115 അടി ഉണ്ട്, 35 മീറ്റർ അടിയുണ്ട് തൊട്ടിപ്പാലം. ഇപ്പോൾ താഴത്ത് പുഴയുണ്ട്. ആ പുഴൻ്റെ മുകളിൽ കൂടി ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. ആ പാലത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഗൈസ്. വാഹനമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പാലമാണ്. ആ തൊട്ടിപ്പാലത്തിൻ്റെ മുകളിലൂടെ ഒരു വെള്ളം പോകാൻ ഒഴുകുന്ന ഒരു സംഭവം തന്നെ തൊട്ടിപ്പാലം. ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ടില്ലേ ഇറങ്ങണമെന്ന് പറഞ്ഞ്, ആ ഭാഗത്തിൽ കൂടി കയറുകയാണ് ഗൈസ്. പുറത്തേക്കുള്ള കയറ്റത്തിലാണ്. അങ്ങനെ പുറത്തേക്കെത്തി. ആദ്യം ഞാൻ തൊട്ടിപ്പാലത്തിലേക്ക് കയറിയില്ലേ, ആ ഭാഗത്തേക്ക് എത്തി. നേരെ കാണുന്ന വഴിയിലൂടെ കയറി ഇതിലൂടി ഇറങ്ങി. ആ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകണം, റോഡിലേക്ക് പോകണം ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ മാത്തൂർ തൊട്ടിപ്പാലം കണ്ട് ഇറങ്ങുകയാണ്. ഈ മാത്തൂർ തൊട്ടിപ്പാലം ഉള്ളത് കന്യാകുമാരി ജില്ലയിലെ മാത്തൂർ എന്ന സ്ഥലത്താണ് തൊട്ടിപ്പാലം ഉള്ളത്. മാത്തൂർ അക്വഡക്റ്റ്. അങ്ങനെ യാത്രയാവുകയാണ് ഗൈസ്. അടുത്തത് പോകുന്നത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാനാണ്. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തിച്ചേർന്ന് കാണാം. അങ്ങനെ ഇപ്പോൾ എത്തിച്ചേർന്നത് തൃപ്പരപ്പ് ടൗണാണ്. മുമ്പിൽ കാണുന്ന വഴിയിലൂടെയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി. മഴയൊക്കെ വന്ന് ചാറ്റിലൊക്കെ വന്ന് റോഡൊക്കെ നനവുണ്ട്. ചെറിയൊരു ടൗണാണ്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോക്കാണ് ഗൈസ്. തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാൻ ബോർഡൊക്കെ കാണാം. തൃപ്പരപ്പ് വാട്ടർഫോൾസ് 1 കിലോമീറ്റർ. അതിനിപ്പുറം പോസ്റ്റ് ഓഫീസൊക്കെ കാണാം. അങ്ങനെ മുമ്പോട്ട് പോക്കാണ് ഗൈസ്. ഒരുപാട് കടകൾ, ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ എത്തിച്ചേർന്ന് ടിക്കറ്റ് എടുത്ത് ഗൈസ്. 10 രൂപയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാനുള്ള ടിക്കറ്റ് ചാർജ്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് മുമ്പോട്ട് പോക്കാണ് ഗൈസ്. ഇവിടെ ഫാൻസി കടയൊക്കെ കാണാം. ലേഡീസിന് ആവശ്യമായ ഫാൻസി, അത് ഇത് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരു ഷോപ്പാണ്, റോഡ് സൈഡിലുള്ള ഷോപ്പാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. വെള്ളച്ചാട്ടം കാണുന്നുണ്ട്, അകത്ത് കയറുമ്പോൾ തന്നെ കാണുന്നുണ്ട്. മുൻവശം വേലിയൊക്കെ കെട്ടി അങ്ങോട്ട് പോകാൻ പാടില്ല, നിരോധന മേഖല, സുരക്ഷയ്ക്ക് വേണ്ടി വേലി കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. എന്നിട്ട് ഈ വഴിയിൽ കൂടിയാണ് താഴോട്ട് ഇറങ്ങുന്നത്. ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നല്ല കാഴ്ചയാണ് വെള്ളച്ചാട്ടം. ഞാൻ ആതിരപ്പള്ളി പോയിട്ടുണ്ട്. അത് വലിയ വെള്ളച്ചാട്ടമാണ്. അതുപോലെ അത്ര ഉയരമൊന്നുമില്ല, പക്ഷേ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുന്നൊക്കെ ഫ്രെയിമൊക്കെ കാണാൻ ഒരുപാട് അടുത്ത് നിന്ന് കാണുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. ചാടിയിട്ട് വെള്ളം മേത്തേക്ക് പാറി വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അല്ലേ ഗൈസ്. ഇവിടെ എത്ര നിന്ന് വീഡിയോ എടുത്താലും മതിയാവുന്നില്ല. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഡ്രസ്സ് മാറാനൊക്കെ റൂം. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ.
ഹലോ ഗൈസ്, അപ്പോൾ വാട്ടർഫോൾസിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൂടി വ്യൂ ആണ്. അതിൻ്റെ മുൻവശത്ത് കൂടി പോയി. ഇവിടെയും വെള്ളം ചാടുന്നത് വേലി കെട്ടി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങോട്ട് അടുത്ത് പോയി നോക്കി. പേടിയുണ്ട്, അടുത്ത് പോകുമ്പോൾ വെള്ളം വരുമോ, ഒഴുക്ക് കൂടുമോ. നല്ല താഴത്തുള്ള ഒഴുക്കെല്ലാം കാണുന്നുണ്ട്. നല്ല ഒഴുക്കാണ്, നല്ല വെള്ളം വരുന്നത്. വെള്ളം കുറവുള്ള സമയത്ത് അകത്തേക്കെല്ലാം കയറാം, പൂജ അതൊക്കെ പരിപാടി ഉണ്ടാവും. അതിനെക്കുറിച്ച് വലിയ അറിവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഫ്രെയിമിലൊക്കെ. ഇവിടെ ഇരിക്കാൻ, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഇതാണ് പാർക്കിൻ്റെ അകവശം. ഒരുപാട് കെട്ടിടങ്ങളിലൊക്കെ പണിയുന്ന കാണാം. ഈ ഭാഗത്ത് നോക്കിയാൽ അപ്പുറം പാറകളാണ്, വലിയ പാറ കല്ലുകൾ പോലെയാണ് മലകൾ. അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നു. നല്ല ഒഴുക്ക്, ഇറങ്ങി നിന്നാൽ ഒഴുകിപ്പോവും, അത്രയുള്ള സ്പീഡുണ്ട്. വെള്ളം നല്ല സ്പീഡുണ്ട്. കുറച്ചുകൂടി വെള്ളം കൂടിയാൽ ഇറങ്ങാൻ പറ്റില്ല. വേലിയൊക്കെ കെട്ടിയിട്ട് അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഗൈസ്. ഒരുപാട് കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഒരുപാട് സമയം ഇവിടെ ചിലവിട്ടു. തൃപ്പരപ്പ് വെള്ളച്ചാട്ടമാണ്. ഇതാണ് അതിൻ്റെ ഉൾവശത്തിലെ കാഴ്ചകൾ. ഒരുപാട് ആൾക്കാർ, കുട്ടികൾ, മുതിർന്നവർ, സ്ത്രീകളൊക്കെ അതിനപ്പുറം കെട്ടിടങ്ങളൊക്കെ കാണാം. അങ്ങനെ ആ പുറത്ത് ഇറങ്ങലായി. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ഗൈസ്. അത് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കലായി. ഇവിടുത്തെ ചിപ്സൊക്കെ കാണാം. അവസാനിപ്പിക്കലായി ഗൈസ്. ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.